Hello everyone, I am Tasni. Welcome to Tasni's Way. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 4 ആണ്, കൾച്ചറൽ സ്റ്റഡീസിൻ്റെ. ഇത് ലാസ്റ്റ് മൊഡ്യൂളാണ്. ഇതോടെ നമ്മുടെ ഈ പേപ്പർ ഫിനിഷ് ആവുകയാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിലും മേജർ തിയറീസ് ആണ് വരുന്നത്. തേർഡും ഫോർത്തും മൊഡ്യൂളിൽ തിയറീസ് ആണ് വരുന്നത്. മൂന്ന് തിയറീസ് നമ്മൾ നോക്കി. ഇനിയുള്ളത് ഫെമിനിസം, ക്യൂർ തിയറി, പോസ്റ്റ് കൊളോണിയൽ തിയറി. അപ്പോൾ ആദ്യത്തെ തിയറി ഫെമിനിസമാണ്. ഫെമിനിസം എല്ലാവർക്കും കേട്ടിട്ടുള്ള വേർഡ് തന്നെയാണല്ലോ. അപ്പോൾ എന്താണെന്നൊക്കെ മനസ്സിലാവുമല്ലോ. ഇൻ 1960s, the moment were started when numerous feminist writers included some of the foundation discourses and texts like rights of women, a room of one's own, the second sex, the subjection of women, the origin of the family, etc. അപ്പോൾ 1960s ഈ ഫെമിനിസം മൂവ്മെൻറ്റ് സ്റ്റാർട്ടാവുന്നത്. ഇത് സ്റ്റാർട്ടാവുന്നത് തന്നെ ഫെമിനിസ്റ്റ് റൈറ്റേഴ്സ് ഈ റൈറ്റ്സ് ഓഫ് വിമൻ, റൂം ഓഫ് വൺസ് ഓൺ, സെക്കൻഡ് സെക്സ്, സബ്ജെക്ഷൻ ഓഫ് വിമൻ, ഇതൊക്കെ അവരുടെ റൈറ്റിങ്സാണ്. അപ്പോൾ ഇതിലൂടെയാണ് ഈ ഒരു മൂവ്മെൻറ്റ് സ്റ്റാർട്ടാവുന്നത്. ഡ്യൂറിങ് 1970s, feminist movement became a major political force in Europe and America. 1970s ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ് എന്നാണ് കേട്ടോ, MOVEMENT മൂവ്മെൻറ്റ്. അതിൽ മൊമെൻറ്റ് എന്നാണത്, മിസ്റ്റേക്കാണ്. അപ്പോൾ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ് മേജറായിട്ട് ഉണ്ടാവുന്നത് എവിടെയാണ്? യൂറപ്പിലും അതുപോലെ തന്നെ അമേരിക്കയിലുമാണ്. ഡ്യൂറിങ് 1970s. Okay, during 1970s, the feminist theory emerged with the word of books such as Kate Millett's Sexual Politics. അപ്പോൾ 1970s ഈ ഒരു ഫെമിനിസ്റ്റ് തിയറി എമേർജ് ചെയ്തത് കുറച്ച് ബുക്സൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഒരു ബുക്സ് ഇവിടെ പറയുന്നത് കെയ്റ്റ് മില്ലറ്റ്സിൻ്റെ ഒരു ബുക്കാണ്, സെക്ച്വൽ പൊളിറ്റിക്സ്. ഈ ഒരു ബുക്കിലൂടെയാണ് ഇത് ഫെമിനിസം അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് തിയറി എമേർജ് ആവുന്നത്. In the 1980s and 1990s onwards, there is the emergence of post-feminism that addresses the importance of technology in women's lives. അതായത് 1980s 90s ഓൺവേർഡ്സ് ആയിട്ട് അവിടെ നിന്നാണ് തുടക്കം. അവിടെയാണ് ഫെമിനിസത്തിൻ്റെ, അതായത് സ്ത്രീകളുടെ ജീവിതത്തിൻ്റെ എമേർജൻസ്, അവരുടെ ഇമ്പോർട്ടൻസ് ഓഫ് ടെക്നോളജീനെ അഡ്രസ്സ് ചെയ്യുന്ന തരത്തിലുള്ള പോസ്റ്റ് ഫെമിനിസം എന്ന് പറയുന്നത് എമേർജ് ആവുന്നത്. The feminist literary criticism is the direct product of the women's movement of the 1960s. The feminist literary critics realized the importance of the images portrayed by men in their literary other art forms like painting, sculpture, etc. അതായത് ഫെമിനിസ്റ്റ് ലിറ്റററി ക്രിറ്റിസിസം ഡയറക്റ്റായിട്ട് പ്രൊഡക്റ്റ് ചെയ്ത് വരുന്നത് 1960s വുമൻസ് മൂവ്മെൻറ്റിലൂടെയാണ്. അതുപോലെ തന്നെ പിന്നീടാണ് ഫെമിനിസ്റ്റ് ലിറ്റററി ക്രിട്ടിക്സ് അവർ മനസ്സിലാക്കിയത് എന്താണ്, ഇമ്പോർട്ടൻസ് ഓഫ് ദ ഇമേജസ് പോർട്രേഡ് ബൈ മെൻ. അതായത് പുരുഷന്മാർ ചിത്രീകരിച്ച് വെച്ചിട്ടുള്ള ഇമേജസ് ലിറ്റററിയിലായാലും അതർ ആർട്ട് ഫോംസ് ലൈക്ക് പെയിൻറ്റിങ്, സ്കൾപ്ചർ, അതിലൂടെയെല്ലാം പോർട്രേ ചെയ്ത് വെച്ചിട്ടുള്ള മെന്നിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് ഫെമിനിസ്റ്റ് ലിറ്റററി ക്രിട്ടിക്സ് തിരിച്ചറിയുന്നത്, മനസ്സിലാക്കുന്നത് ആ സമയത്താണ്. അങ്ങനെ അവരതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയതിന് ശേഷം ദർ ആർ 3 phases ഇൻ ദ ഹിസ്റ്ററി ഓഫ് വുമൻസ് റൈറ്റിംഗ്. സ്ത്രീകളുടെ റൈറ്റിങ്ങിന് 3 phases ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോ കാലഘട്ടത്തിൽ ഇന്ന ഫേസ് എന്നുള്ള രീതിയിൽ. അപ്പോൾ 3 phase ഉണ്ട്. ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ്, തേർഡ് ഫേസ്. ഫസ്റ്റ് ഫേസ് ഈസ് ദ ഫെമിനൈൻ ഫേസ്. അതിനൊരു പേരുണ്ട്, ഫെമിനൈൻ ഫേസ് എന്നാണ് അതിനെ പറയുക. 1840 to 80 അതാണ് ആ കാലഘട്ടം. ദ വുമൺ റൈറ്റേഴ്സ് ഇമിറ്റേറ്റഡ് മെയിൽ ഓർ പാട്രിയാർക്കൽ ആർട്ട് ഫോംസ്, ആർട്ടിസ്റ്റിക് നോംസ് ആൻഡ് എസ്തെറ്റിക് സ്റ്റാൻഡേർഡ്സ്. അതായത് ഈ ഒരു കാലഘട്ടത്തിൽ ഫെമിനൈൻ ഫേസ്, ഫസ്റ്റ് ഫേസ്, അതുപോലെ തന്നെ അതിന് പറയുന്നത് ഫെമിനൈൻ ഫേസ് ആണ്. 1840 to 80 ആണ് കാലഘട്ടം. വുമൺ റൈറ്റേഴ്സ് അപ്പോൾ ഉണ്ടായിരുന്ന വുമൺ റൈറ്റേഴ്സ് എന്ത് ചെയ്തു, മെയിൽ അല്ലെങ്കിൽ പാട്രിയാർക്കൽ ആർട്ട് ഫോംസ്, അതുപോലെ തന്നെ ആർട്ടിസ്റ്റിക് നോംസ്, അവരുടെ എസ്തെറ്റിക് സ്റ്റാൻഡേർഡ്സിനെല്ലാം ഇമിറ്റേറ്റ് ചെയ്ത് എഴുതാനായിട്ട് തുടങ്ങി. ഇനി സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത്, സെക്കൻഡ് ഫേസ് ഈസ് ദ ഫെമിനിസ്റ്റ് ഫേസ്. ആദ്യത്തെ ഫെമിനൈൻ ഫേസ് ആണ്, സെക്കൻഡ് വൺ ഫെമിനിസ്റ്റ് ഫേസ്. ആ കാലഘട്ടം 1880 to 1920 ആണ്. ദ ഫെമിനിസ്റ്റ് ഫേസ് വിമൻ took the position of radical separatist
group to challenge the patriarchal norms and works. അപ്പോൾ സെക്കൻഡ് ഫേസിലെത്തിയപ്പോൾ അവിടുത്തെ സ്ത്രീകൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ വേറൊരു പൊസിഷൻ എടുത്തു. പാട്രിയാർക്കൽ നോംസിനെയും അവരുടെ പുരുഷ മേധാവിത്വമുള്ള ആ നോംസും വർക്ക്സിനെല്ലാം സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പായിട്ട് അവർ പൊസിഷൻസ് മാറി എന്നാണ് പറയുന്നത്. തേർഡ് ഫേസ് ആണ്. തേർഡ് ഫേസ് ഈസ് ദ ഫീമെയിൽ ഫേസ്. ഫസ്റ്റ് ഫേസ് ഫെമിനൈൻ, സെക്കൻഡ് ഫെമിനിസ്റ്റ്, തേർഡ് ഫേസ് എന്തായി ഫീമെയിൽ ഫേസ് ആണ്. അപ്പോൾ 1920 ഓൺവേർഡ്സ് ആണ് ആ കാലഘട്ടം പറയുന്നത്. In this phase, the women writers focused on female writing and female experience. ആദ്യത്തെ രണ്ട് ഫേസിൽ എന്താണ്, മെന്നിനെ വെച്ച് കമ്പയർ ചെയ്തിട്ടും അവർക്ക് അവരുടേതായിട്ടുള്ളത് കോപ്പി അടിച്ചിട്ട് ഇമിറ്റേറ്റ് ചെയ്തിട്ടും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള വേറെ സെക്ഷൻ കണ്ടുപിടിച്ചിട്ടൊക്കെയാണ് ചെയ്തത്. പക്ഷേ ഈ ഒരു തേർഡ് ഫേസിൽ ഫീമെയിൽ ഫേസിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ വുമൺ റൈറ്റേഴ്സ് ഫോക്കസ് ചെയ്യുന്നത് ഫീമെയിൽ എക്സ്പീരിയൻസിനെയാണ്. അതായത് മെന്നിൻ്റെ അല്ലാണ്ട് ഫീമെയിലിൻ്റെ തന്നെ കാര്യങ്ങളെക്കുറിച്ച് എഴുതുക, അങ്ങനെയുള്ള എക്സ്പീരിയൻസ് അതാണ് തേർഡ് ഫേസിൽ ചെയ്യുന്നത്. അത് 1922 ഓൺവേർഡ്സ് ആണ്. In cultural theory, feminism looks at all the representational strategies in popular and other cultural art forms. കൾച്ചറൽ തിയറിയിൽ ഫെമിനിസം എല്ലാ സ്ട്രാറ്റജീസും പോപ്പുലറും അല്ലെങ്കിൽ അതർ കൾച്ചറൽ ആർട്ട് ഫോംസിലുമുള്ള എല്ലാം നോക്കുന്നുണ്ട്. ഹിയർ ദ women writers tried to expose or reveal the masculinist or patriarchal construction of women in their literary and cultural art forms to put in another argument. ഇതിൽ വുമൺ റൈറ്റേഴ്സ് എന്താ ചെയ്യുന്നത്, അവർ റിവീൽ ചെയ്യാണ് മാസ്കുലിനിസ്റ്റ് ഓർ പാട്രിയാർക്കൽ പുരുഷ മേധാവിത്വമുള്ള കൺസ്ട്രക്ഷൻ ഓഫ് വിമൺ, അവരുടെ രീതിയിലുള്ള വിമൺ എങ്ങനെയാണെന്നുള്ളത് അവരുടേതായിട്ടുള്ള ലിറ്റററിയിലും കൾച്ചറൽ ആർട്ട് ഫോംസിലൂടെ മറ്റൊരു ആർഗ്യുമെൻറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ്. ഇൻ കൾച്ചറൽ സ്റ്റഡീസ് ഓർ ടെക്സ്റ്റ് ആൻഡ് ലിറ്റററി ടെക്സ്റ്റ് ദ പ്ലോട്ട്സ് ഓപ്പറേറ്റ് ഓൺ ദ ലൈൻ ഓഫ് പവർ സ്ട്രഗിൾ. The feminist writers rewrote the stereotyped images on representation of women. അപ്പോൾ പുരുഷ മേധാവിത്വം, അതായത് പുരുഷന്മാർ അവരുടെ കണ്ണിലൊരു ഇതുണ്ട്, ഇങ്ങനെ ആയിരിക്കണം സ്ത്രീകൾ, അല്ലെങ്കിൽ ഇതാണ് അവരുടെ രീതി എന്നുള്ളതുണ്ട്. പക്ഷേ ഈ ഒരു ഫെമിനിസ്റ്റ് റൈറ്റേഴ്സ് എന്ത് ചെയ്ത് റീറോട്ട് ചെയ്തു, വീണ്ടും അവർ തിരുത്തി എഴുതി. എന്താണ് ഈ സ്റ്റീരിയോടൈപ്ഡ് ഇമേജസ് അല്ല സ്ത്രീകൾ, അവരുടെ റെപ്രസെൻറ്റേഷൻ ഓഫ് വിമൺ അത് ഇങ്ങനത്തെ അല്ല, അവർ തിരുത്തി എഴുതി ആ ഇമേജസ് ഒക്കെ എന്നാണ് പറയുന്നത്. ഇൻ ഷോർട്ട്, sexuality becomes a tool through which the patriarchal power structure stereotyped women as virgins, sati, prostitutes, etc. അതായത് സെക്ച്വാലിറ്റി ബിക്കം എ ടൂൾ, അതായത് സ്ത്രീകളുടെ സെക്സ് ഇതാണ്, അവരുടെ ജെൻഡർ ഇതാണെന്നുള്ളത് കൊണ്ട് അതൊരു ടൂളായിട്ട് അവർക്ക് മാറിയെന്നാണ് പറയുന്നത്. അവർ എങ്ങനെയാണ് സ്ട്രക്ചർ, അവരുടെ പവർ ഉപയോഗിച്ച് ആ സ്ട്രക്ചർ അവർ സ്റ്റീരിയോടൈപ്പ് ചെയ്തത് വിമൻ ആസ് വിർജിൻ, സതി, പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഈ ഒരു വേർഡ്സൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് വുമൻസിനെ അവർ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സിമിലർലി വിമൻ ഈസ് typecast as mother nature or mother earth, and this image is also constructed from the male perspective. Similarly നമുക്കറിയാം അല്ലേ, മദർ ടൈപ്പ്, അതായത് മദർ എർത്ത്, മദർ നേച്ചർ. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് മദർ എർത്ത് അല്ലേ, അമ്മ ഭൂമിയായ അമ്മ എന്നാണ് പറയുക, അച്ഛൻ എന്ന് പറയില്ല, ഫാദർ എർത്ത് എന്ന് പറയില്ല, അതുപോലെ തന്നെ ഫാദർ നേച്ചർ എന്ന് പറയില്ല, മദർ നേച്ചറിനെ പറയുള്ളൂ. നമ്മുടെ ഇന്ത്യയിൽ പോലും മദർ ഇന്ത്യ എന്നാണ് പറയുക, ഫാദർ ഇന്ത്യ എന്ന് പറയില്ല. അപ്പോൾ ഇതും ആരുടെ പേഴ്സ്പെക്റ്റീവാണെന്ന് പറയുന്നത്, മെയിൽ പേഴ്സ്പെക്റ്റീവാണ്. അവർ തന്നെയാണ് ഇങ്ങനെയും ഇതിനെയും എന്താ പറയുക ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. Numerous feminists argue that sex is biological while gender is socially constructed. അതായത് ഫെമിനിസ്റ്റ് എല്ലാവരും പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സെക്സ് എന്ന് പറയുന്നത് ബയോളജിക്കലി നമുക്ക് കിട്ടുന്നതാണല്ലേ. ഇപ്പോൾ നമ്മൾ ആൺ പെണ്ണ് എന്നുള്ളത് നമ്മൾ ജനിക്കുമ്പോൾ മുതൽ നമുക്ക് ബയോളജിക്കലി കിട്ടുന്നതാണ്. പക്ഷേ ജെൻഡർ എന്ന് പറയുന്നത് അത് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ്, അത് നമുക്ക് മാറാൻ കഴിയുന്ന ഒന്നാണെന്നാണ് പറയുന്നത്. ഇൻ അനദർ സെൻസ് ദർ ഈസ് നോ നെസസറി ലിങ്ക് ബിറ്റ്വീൻ ജെൻഡർ ആൻഡ് ബയോളജിക്കൽ സെക്സ്. അപ്പോൾ നമ്മൾ ഇന്നൊരു സെക്സിലാണ് ജനിച്ചത് എന്നുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ ജീവിക്കണം അല്ലെങ്കിൽ ആ ജെൻഡർ തന്നെ ഫോളോ ചെയ്യണം എന്നില്ല. അത് രണ്ടും തമ്മിൽ ഒരു ലിങ്കും ഇല്ല എന്നാണ് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, gendering is a practice of power and most of the time masculinity is always associated with authority. ജെൻഡർ എന്ന് പറയുന്നത് ജെൻഡറിങ് അത് എന്താണ്, ഈസ് എ
പ്രാക്ടീസ് ഓഫ് പവർ, അതൊരു പവറിൻ്റെ പ്രാക്ടീസാണ്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം മാസ്കുലിനിറ്റി പറഞ്ഞാൽ മെയിൽ, ഓക്കെ, മെയിലാണ് ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് അതോറിറ്റി. ആ ഒരു അധികാരം അല്ലെങ്കിൽ പവറൊക്കെ ആർക്ക് കൂടുതലുണ്ടാവും? മെയിൽസിനാണെന്നാണ് പറയുന്നത്. So naturally, the essential characteristics of feminism is to deconstruct of such images and words. അപ്പോൾ ഈ ഫെമിനിസം എന്ന് പറയുന്നത് കൊണ്ട് ഏറ്റവും ഇപ്പോഴാണ് നമ്മൾ ഈ പോയിന്റിലേക്ക് വരുന്നത്. അപ്പോൾ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫെമിനിസം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സച്ച് ഇമേജസ് അതുപോലെ തന്നെ വേർഡ്സിനെയെല്ലാം ഡീകൺസ്ട്രക്റ്റ് ചെയ്യാനാണ്. അപ്പോൾ ഇതെല്ലാം എന്താ പറയുക, ഈ മെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള അവർ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. പക്ഷെ അതെല്ലാം മാറ്റി എഴുതുക എന്നുള്ളതാണ് ഈ ഫെമിനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയൊന്നും അല്ല എന്നുള്ളത് ആക്കാനായിട്ട്. So the intention of the feminist writers is to use gender neutral words or language or terms in order to reject patriarchal terms like mankind, chairman, etc. അതായത് ഈ ഫെമിനിസ്റ്റ് റൈറ്റേഴ്സിൻ്റെ ഇൻറ്റൻഷൻ എന്തായിരുന്നു? ഇങ്ങനെയുള്ള അതായത് ജെൻഡർ ന്യൂട്രൽ വേർഡ്സ് അല്ലെങ്കിൽ ലാംഗ്വേജസ് കൊണ്ടുവരാനാണ്. അതായത് ഒരു ജെൻഡറിനെ മാത്രം ഒരു സുപ്പീരിയറിറ്റി കൊടുത്തുകൊണ്ട് ഒരു ജെൻഡറിനെ ഇൻഫീരിയർ ആക്കുന്നത് അത് മാറ്റിയിട്ട് ഒരു ന്യൂട്രലിലേക്ക് വരാൻ, ഈക്വലാണ്, ഏത് ജെൻഡർ ആണെങ്കിലും ഏത് സെക്സ് ആണെങ്കിലും അതിന് ഈക്വാലിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഫെമിനിസ്റ്റ് റൈറ്റേഴ്സ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ടേംസ് ലൈക്ക് മാൻകൈൻഡ്, ചെയർമാൻ, അങ്ങനെയുള്ള വേർഡ്സും ലാംഗ്വേജസ് എല്ലാം മാറ്റിയിട്ട് ജെൻഡർ ന്യൂട്രൽ വേർഡ്സ് ഓർ ലാംഗ്വേജസ് അവിടേക്ക് കൊണ്ടുവരണം. പകരം അത് കൊണ്ടുവരാനാണ് ഫെമിനിസ്റ്റ് റൈറ്റേഴ്സിൻ്റെ ഇൻറ്റൻഷൻ. അതായിരുന്നു ഫെമിനിസ്റ്റ് റൈറ്റേഴ്സ് ഇൻറ്റൻഷൻ. അവരുടെ ഇൻറ്റൻഷൻ അതായിരുന്നു, അവരതായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടുത്തത് ക്യൂർ തിയറി ഓർ ഗേ ഓർ ലെസ്ബിയൻ ലിറ്റററി തിയറി. അപ്പോൾ ക്യൂർ തിയറിക്ക് ഗേ ഓർ ലെസ്ബിയൻ ലിറ്റററി തിയറി എന്നും പറയുന്നത് ഹാസ് ബീൻ പ്രോമിനൻറ്റ് സിൻസ് 1990 മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ക്യൂർ തിയറി ഓർ ഗേ ഓർ ലെസ്ബിയൻ ലിറ്റററി തിയറി. Even though the theory is a part of feminist literary theory, many of the famous theorists never included the queer studies. ഈ ഒരു ക്യൂർ തിയറി എന്ന് പറയുന്നത് ഓൾസോ എ പാർട്ട് ഓഫ് ഫെമിനിസ്റ്റ് ലിറ്റററി തിയറിയാണ്. പക്ഷേ ഫേമസ് ആയിട്ടുള്ള ലിറ്റററി തിയറിസ്റ്റ് ഒന്നും, ഈ ഫെമിനിസ്റ്റ് തിയറിസ്റ്റ് ഒന്നും ക്യൂർ സ്റ്റഡീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ക്യൂർ സ്റ്റഡീസ് ഈസ് ആൻ അറ്റംപ്റ്റ് ടു റീഡ്, ആറ്റം അല്ല, അത് മിസ്റ്റേക്കാണ്, അറ്റംപ്റ്റ് to read, define sexual identities in a way the queer theorists and writers try to suggest that the so-called patriarchy is heteropatriarchy. അതായത് ക്യൂർ സ്റ്റഡീസ് എന്ന് പറയുന്നത് സെക്ച്വൽ ഐഡൻറ്റിറ്റീസ് ഡിഫൈൻ ചെയ്യാനാണ് ഈ ഒരു രീതി കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഈ ഒരു പാട്രിയാർക്കീനെ അവർ വിളിച്ചിരുന്നത് ഹെറ്ററോപാട്രിയാർക്കി എന്നും കൂടി ആയിരുന്നു. In literature and other art forms, homosexuality or lesbian relationships is portrayed as an act of criminal attitude. ഇന്നും ഇവിടെയൊക്കെ ചിലവരുടെ രീതിയിലൊക്കെ നിലനിൽക്കുന്ന കാര്യം തന്നെയാണ് ഇതല്ലേ. അതായത് ഹോമോസെക്ച്വാലിറ്റി അല്ലെങ്കിൽ ലെസ്ബിയൻ റിലേഷൻഷിപ്സിനൊക്കെ പോർട്രേറ്റ് ചെയ്തെന്ന് എങ്ങനെയാണ്? അതൊരു ക്രിമിനൽ ആറ്റിറ്റ്യൂഡായിട്ടാണ്. ഇറ്റ് വാസ് മൈക്കൽ ഫോക്കോൾട്ട് who analyzed and studied homosexuality in his text. മൈക്കൽ ഫോക്കോൾട്ട് എന്ന് പറയുന്ന ഒരു തിയറിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ടെക്സ്റ്റിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റഡി ചെയ്തത് ഹോമോസെക്ച്വാലിറ്റിനെ കുറിച്ച്. In cultural studies, the identity of queer people are important because sexuality, like gender, is a socially constructed and an aspect of life individuality. ഈ ഒരു കൾച്ചറൽ സ്റ്റഡീസിൽ ക്യൂർ പീപ്പിളിൻ്റെ ഐഡൻറ്റിറ്റി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സെക്സ്വാലിറ്റി അതുപോലെ തന്നെ ജെൻഡർ എന്ന് പറയുന്നത് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ്. അത് ഒരു നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ഇൻഡിവിജ്വാലിറ്റിയും കൂടിയാണ്. അടുത്തത് പോസ്റ്റ് കൊളോണിയൽ തിയറി focuses on the reading and writing of literature written in previously or currently colonized countries. The literature is composed of colonizing countries that deals with the colonization or colonized people.
ഇത് പോസ്റ്റ് കൊളോണിയൽ തിയറി എന്ന് പറയുന്നത് ഫോക്കസസ് ഓൺ ദ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഓഫ് ലിറ്ററേച്ചർ. ലിറ്ററേച്ചറിൻ്റെ വായനയും എഴുത്തും ആണ് ഇതിൽ ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റിട്ടൺ ഇൻ പ്രീവിയസ്ലി, മുൻപ് എഴുതിയതോ അല്ലെങ്കിൽ കറണ്ടായിട്ട് എഴുതിയിട്ടുള്ള കോളനൈസ്ഡ് കൺട്രീസിലുള്ള ലിറ്ററേച്ചറിനെയാണിത് ഫോക്കസ് ചെയ്യുന്നത്. ഈ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് കോളനൈസിങ് കൺട്രീസിൽ അതുപോലെ തന്നെ കോളനൈസ്ഡ് പീപ്പിൾസ്, അങ്ങനെയുള്ള ആളുകളിലൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്. The post-colonial theory is a term that refers the theoretical and critical observations of former colonies of the Western powers and how they relate to and interact with the rest of the world. The post-colonial theory എന്ന് പറയുന്നത് ഈ ഒരു ടേം എന്താണ് തിയറിറ്റിക്കൽ ആൻഡ് ക്രിട്ടിക്കൽ ഒബ്സർവേഷൻസ് ഓഫ് ഫോമർ കോളനീസ്, മുൻപുണ്ടായിരുന്ന കോളനീസിൻ്റെ വെസ്റ്റേൺ പവേഴ്സ്, അതുപോലെ തന്നെ അവരെങ്ങനെയാണ് ഇൻറ്ററാക്ട് ചെയ്യുന്നത് ബാക്കിയുള്ള ലോകത്തിലുള്ള ആളുകളോട്, അല്ലെങ്കിൽ ബാക്കിയുള്ള ലോകത്തോട് അവരെങ്ങനെയാണ് ഇൻറ്ററാക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് അവർ റിലേറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചും അവരെക്കുറിച്ചുള്ള ഒബ്സർവേഷനും ഒക്കെയാണ് ഇതിൽ ഈ ഒരു ടേം റെഫർ ചെയ്യുന്നത്. Greatly interested in the cultures of the colonizer and the colonized, post-colonial theory seeks to critically investigate what happens when two cultures clash and one of them ideologically fashions itself as superior and assumes dominance and control over the other. അതായത് ഈ ഒരു പോസ്റ്റ് കൊളോണിയൽ തിയറിയിൽ മെയിനായിട്ട് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു തിയറി എന്തിനെക്കുറിച്ചാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് കൾച്ചേഴ്സ് ക്ലാഷ് ചെയ്യണം. രണ്ട് കൾച്ചേഴ്സ്, ഇപ്പോൾ അത് ഏതോ കൾച്ചർ ആയിക്കോട്ടെ, രണ്ട് കൺട്രീസിലോ അല്ലെങ്കിൽ രണ്ട് സംസ്ഥാനത്തോ എങ്ങനെയോ ആയിക്കോട്ടെ, രണ്ട് കൾച്ചേഴ്സ് ക്ലാഷ് ചെയ്യുമ്പോൾ, അത് ഒന്നിച്ചാവുമ്പോൾ അതിലൊന്നിൻ്റെ ഐഡിയോളജിക്കലി ഫാഷൻസ് ഇറ്റ് സെൽഫ് ആസ് സുപ്പീരിയർ, അതിലൊന്ന് അവരുടെ കൾച്ചറാണ് സുപ്പീരിയർ എന്ന് അവർ തന്നെ തീരുമാനിക്കുകയാണ്. ഞങ്ങളുടെ കൾച്ചറാണ് ബെറ്റർ, മറ്റൊരു കൾച്ചർ നല്ലതല്ല എന്ന് അവർ തന്നെ പറഞ്ഞുകൊണ്ട് ആ മറ്റേ കൾച്ചറിൻ്റെ മേലെ അവരുടെ ഡോമിനൻസും കൺട്രോളും അവർ ആക്കുകയാണ്. അവരുടെ അധികാരം അവരുടെ മേലിൽ ഞങ്ങളുടെ കൾച്ചറാണ് വലുത് എന്ന് പറഞ്ഞിട്ട് അവരുടെ മേലെ അവരുടെ കൺട്രോള് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ കൂടിയാണ് ഇതിൽ നടക്കുന്നത്. The field of post-colonial studies has itself been hotly contested ever since its rise in the 1970s. 1970s മുതലാണ് ഈ ഒരു ഫീൽഡ് ഓഫ് പോസ്റ്റ് കൊളോണിയൽ സ്റ്റഡീസ് വരുന്നത്. അതുമുതൽ തന്നെ ഇത് നിലവിൽ ഉണ്ട്. അപ്പോൾ നമ്മുടെ 3 തിയറീസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ട്, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ, നിങ്ങൾക്ക് പോയിൻറ്റ്സൊക്കെ എന്താണ് ഈ തിയറീസ് എന്നൊക്കെ മനസ്സിലാക്കി തന്നതാണ്. അപ്പോൾ നമ്മുടെ മൊഡ്യൂൾ ഇവിടെ തീരുകയാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ടെലിഗ്രാം ചാനലിൽ ഇതിൻ്റെ PDF എല്ലാം, ഇതിനേക്കാളും ബ്രോഡായിട്ടുള്ള PDF നോട്ട്സ് എല്ലാം ഞാൻ ഇടുന്നുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോസ് എല്ലാം യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഒന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറയുക, എന്നാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഇത് യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്കും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ ഈ ലിറ്ററേച്ചർ അതുപോലെ തന്നെ കൾച്ചറൽ സ്റ്റഡീസ് വരുന്ന പേപ്പേഴ്സൊക്കെ നമ്മൾ തന്നെ വായിച്ച് മനസ്സിലാക്കി കുറേ വായിച്ച് പഠിക്കേണ്ടതാണ്, അല്ലാതെ ഒരാൾ പറഞ്ഞു തന്ന് പഠിക്കാൻ പറ്റുന്നൊന്നുമല്ല. അപ്പോൾ ഗ്രാമറൊക്കെ ആണെങ്കിൽ അതൊക്കെ ഞാൻ ഇരുന്ന ഓരോ പോയിൻറ്റ്സും കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ ഇത് അങ്ങനെ ഫോക്കസ് ചെയ്ത് പറഞ്ഞു തരാൻ പറ്റില്ല, കാരണം ഇത് കുറേ ഉണ്ട്. അപ്പോൾ ഇത് ഫുള്ളും വായിച്ച് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഒരു വീഡിയോ തന്നെ ഇത് ഇത്രയും പറഞ്ഞു പോകാമെന്ന് പറയുന്നതും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, കാരണം അത്രയും പറയാനുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഷോർട്ടാക്കി പറയുന്നത്. ബാക്കി എന്തായാലും ഞാൻ നോട്ട്സ് ഇടുമല്ലോ, അതൊക്കെ ഒന്ന് വായിച്ചിട്ട് നന്നായിട്ട് വായിച്ച് അതിനെക്കുറിച്ച് കുറേ പഠിച്ചിട്ട് പോയാൽ മതി. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ഫോർ മോർ.